ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ലാലേട്ടൻ വന്ന ദിവസമാണ്, ശനിയാഴ്ച ദിവസം. ബിഗ് ബോസ് എപ്പിസോഡ് നമ്പർ 55 അതിൻ്റെ ഫുൾ റിവ്യൂ ആണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലാലേട്ടൻ വന്ന ദിവസമാണ്. ലാലേട്ടൻ എന്തോ എനിക്ക് മറ്റുള്ള എപ്പിസോഡിനെക്കാട്ടി ഇന്നൊരു ഉന്മേഷക്കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ലാലേട്ടൻ വന്ന ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. എനിക്ക് ഒത്തിരി വീടുകളുണ്ട്, പക്ഷേ ഞാൻ ഹോട്ടൽ മാറി മാറി താമസിക്കും. പക്ഷേ അവിടെ നിന്ന് എനിക്ക് പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ന് എന്തായാലും എവിക്ഷൻ ഉണ്ടാകുമെന്ന്. അപ്പോൾ നേരെ നമുക്ക് ഹൗസിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. ആ സമയം ഹൗസിലുള്ള അംഗങ്ങളെല്ലാവരും ലാലേട്ടനെ വരവേൽക്കുന്നുണ്ട്. ഹായ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഉന്മേഷക്കുറവുണ്ട്. ലാഗ് അടിപ്പിച്ച് കേട്ടോ കുറച്ച് ആദ്യമൊക്കെ. പിന്നെ ലാസ്റ്റ് എവിക്ഷൻ സമയം വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു ത്രില്ലായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത്. അങ്ങനെ ലാലേട്ടൻ എന്താ വന്നിട്ട് ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീധു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ, എങ്ങനെയുണ്ട്, അമ്മ അയച്ച ഗിഫ്റ്റൊക്കെ കിട്ടി? അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഇൻഡിപെൻഡൻ്റായി നിങ്ങൾ കളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നല്ലോണം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് കളിക്കുക, നല്ല ഗെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന് നമ്മുടെ ശ്രീധുവിന് വിഷസൊക്കെ കൊടുക്കുന്നുണ്ട്. അന്ന് സായിയോട് ചോദിക്കുന്നു, എന്ത് പറ്റി സായി? സായി പറയുന്നു, എനിക്ക് മുൻപ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അധികം നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ വന്ന് ഗെയിം കളിച്ചപ്പോൾ അതെനിക്ക് ഒരു 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. ലാലേട്ടനെ റെസ്റ്റ് എടുക്കണം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ രതീഷ് വിളിച്ച് ചോദിക്കുന്നു, രതീഷ് എന്താണ്? അതായത് രതീഷ് ഹോസ്റ്റലിലെ എല്ലാ അംഗങ്ങളെക്കുറിച്ചൊരു വിവരണം അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിൽ ശ്രീധുവിനെ എടുത്ത് പറയുന്നുണ്ട്, ശ്രീധു നല്ലൊരു ഗെയിമറാണ്, ശ്രീധു നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മുടെ രതീഷ് സംസാരിക്കുന്നുണ്ട്. പിന്നെ ശ്രീരേഖ വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത്, എന്താണ് ശ്രീരേഖ, ഇതിന് മാത്രം എന്താണ് അവിടെ കരയാനിരിക്കുന്നതെന്ന രീതിയിൽ. അപ്പോൾ ശ്രീരേഖ പറഞ്ഞിട്ട്, സാർ എനിക്ക് എൻ്റെ ഇമോഷൻസ് കരഞ്ഞ് തീർക്കുമ്പോൾ കുറച്ച് റിലീഫായതുകൊണ്ട് അങ്ങനെയാണെന്ന രീതിയിൽ ശ്രീരേഖയും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹൗസിലുള്ള ഓരോ അംഗങ്ങളെടുത്തും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ആഴ്ചത്തെ പവർ ടീം എങ്ങനെയുണ്ടെന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ ഗബ്രിയോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയത്? അപ്പോൾ അത് ഇറങ്ങിയത് ദോഷമായിട്ട് വരുമെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ. ഇല്ല, ഓഡിയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഗബ്രിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശ്രീരേഖയും അതുപോലെ തന്നെ ശരണ്യ നന്ദനയൊക്കെ പവർ ടീമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഋഷിയും സംസാരിക്കും, കാരണം ഇവർ പുറത്തിറങ്ങിയല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ജയിലിൽ പോയി, അപ്പോൾ അത് സായിയുടെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ സാർ മേഡം എന്നൊക്കെ റൂൾ കൊണ്ടുവന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ അതിനെക്കുറിച്ച് പറയും, പക്ഷേ ജിൻഡോ ഇതെല്ലാം ഓർത്ത് വെച്ച് പറയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ജിൻഡോ ഇന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിൻഡോ പറഞ്ഞു, നമുക്ക് ജോലിക്കിടയിൽ എങ്ങനെ വിളിക്കാൻ പറ്റുമോ സാറേ, ഈ സാർ മേഡം എന്ന രീതിയിൽ, ഇത് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്ത സമയത്ത് ഇങ്ങനെ പറ്റാനത് നമ്മൾ ഓഫീസൊന്നും അല്ലല്ലോ എന്ന രീതിയിൽ സംസാരിക്കുന്നു. നോറയോട് ചോദിക്കുന്നു, നോറ എങ്ങനെയുണ്ട് പവർ? അപ്പോൾ നോറ പറയുന്നുണ്ട്, ഒരു പവർ ഇല്ലായിരുന്നു എന്ന രീതിയിൽ നോറ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോറ എന്താ പറയുക, സ്റ്റോർ റൂമിൽ പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു ലെറ്റർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ലെറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു കോൺടെസ്റ്റിൽ നിന്ന് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം മാനിച്ചിട്ടാണ് ഇങ്ങനെ ബ്രിട്ടീഷ് കാലത്തിലാണ് ഇങ്ങനെ സാർ മേഡം എന്നൊക്കെ വിളിക്കുന്നത്, ഇപ്പോൾ അതുമില്ല. അപ്പോൾ അത് ലാലേട്ടൻ ചോദിക്കണം എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ സായിയുടെയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ള അഭിപ്രായം എന്നിട്ട്. അതിവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ആരെയും, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത്. പേഴ്സണൽ റെസ്പെക്റ്റ് ആർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പണിഷ്മെൻറ്റ് കൊണ്ടുവന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ അതുപോലെ തന്നെ ഈ ക്യാപ്റ്റൻസിയെക്കുറിച്ച് നമ്മുടെ റസ്മിൻ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഈ ആഴ്ച നല്ല രീതിയിൽ ഗെയിം കളിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരെ പറയുന്നുണ്ട്. കിച്ചൺ ടീം നന്നായിട്ട് ഫുഡൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ നല്ലോണം ഫുഡ് ചെയ്തു എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നു. നെക്സ്റ്റ് ടീമിനെയാണ് എല്ലാവരും കൂടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ റസ്മിൻ കേട്ടോ. അങ്ങനെ അവർക്ക് നെക്സ്റ്റ് ടീമിന് ട്രോഫി മൊമെൻ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ഞാനും ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ, അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയർ എനിക്കും തരണം എന്ന രീതിയിൽ റസ്മിൻ പറഞ്ഞിട്ടാണ് ട്രോഫിയൊക്കെ കൊടുക്കുന്നത്. അവരതിന് നല്ലോണം എൻജോയ് ചെയ്ത് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കിച്ചൺ ടീമിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയിട്ടും അവർക്കൊന്നും കിട്ടാത്തൊരു വിഷമം ജാസ്മിൻ്റെ മുഖത്തൊക്കെ ഉണ്ട്. എന്തായാലും കിച്ചൺ ടീം നല്ല രീതിയിൽ പിന്നെ എന്താ പറയേണ്ടത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അവർക്കൊരു അഭിനന്ദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ നമ്മുടെ രനോഫിമി ടാസ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്, അപ്സര എന്താണ് വിശ്രാം സാവധാനൊക്കെ നിങ്ങൾ NCC ഉണ്ടായിരുന്നു, ജിൻഡോ റസ്മിൻ. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് NCC SSC അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിലാണ് ഉണ്ടായിരുന്നതൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ശരണ്യോട് ചോദിക്കുന്നത്, എന്താ ശരണ്യെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, എങ്ങനെയൊന്നുമില്ല എന്ന രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ ചിരിക്കുന്ന, ഓഡിയൻസൊക്കെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഗെയിമിനെ കുറിച്ചിട്ട് നോറ ഇങ്ങനെ വാക്ക് പേറ്റ് പോലെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നോറ നല്ല പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ
സിജോ കുറ്റം പറയുന്നുണ്ട്. ഡേ 1 ഡേ ആയിട്ട് ഇവളിങ്ങനെ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ എന്താ പറയേണ്ടത്, എന്തെങ്കിലും വായി തോന്നുന്നു വിളിച്ച് പറയുന്നുണ്ടെന്ന രീതിയിൽ സംസാരിക്കുന്നു. നോറ അതിനെ എതിർക്കുന്നുണ്ട്. ഋഷി പറയുന്നുണ്ട്, സാർ ഞാൻ പറഞ്ഞു 4 ബോംബ് വന്ന് വീണാൽ തീരാന്നുള്ളതേ ഉള്ളൂ എന്ന രീതിയിൽ. രണഭൂമിയുടെ ടാസ്ക്കാണ്. അപ്പോൾ റസ്മിൻ അത് എതിർക്കുന്നു. ഗബ്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസ്മിൻ പറഞ്ഞു, സാർ ഗബ്രിയാണ് അങ്ങനെ വായിക്ക് തോന്നുന്നത് വിളിച്ച് പറയുന്നതല്ല, നോറയല്ല എന്ന രീതിയിൽ നോറയെ സപ്പോർട്ട് ചെയ്ത് റസ്മിൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഗെയിമിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമ്മുടെ നന്ദനോട് ചോദിക്കുന്നു. നന്ദനയ്ക്ക് 8ൻ്റെ പണി കിട്ടി. നന്ദന ചുമ്മാ വടി കൊടുത്ത് അടി മേടിച്ചു. സാർ ജിൻഡോ ചേട്ടൻ ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, സായിക്ക് ഇങ്ങനെ നട്ടല് വേദനയെക്കുറിച്ച്, നിനക്ക് നട്ടലുണ്ടോ അവിടെ നട്ടല് വെച്ച് കളിക്കുന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും നമ്മൾ ജിൻഡോ എണീറ്റെന്ന് പറഞ്ഞു, സാർ ഞാനിവിടെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതെൻ്റെ ഗെയിമാണ്. പക്ഷേ നന്ദനയാണെങ്കിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ അഭിഷേക് പിന്നെ ജയദേവ് ഉണ്ടല്ലോ, അവനെ എപ്പോഴും പറഞ്ഞ് നട്ടലുണ്ടോ എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും നന്ദന ഐസായിപ്പോയി കേട്ടോ. ശരിക്കും കറക്റ്റാണ് ജിൻഡോ, അതാണ് ഞാൻ പറഞ്ഞത്, ഓർത്ത് വെച്ച് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ജിൻഡോ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോരുത്തരായിട്ട് നമ്മുടെ ഈ ടാസ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രതീഷിനെ കുറിച്ച് ഗബ്രി ഉന്നയിച്ചെന്ന് വെച്ചാൽ അത് അവരുടെ ഭാഗത്ത്, അതായത് ടണൽ ഗ്രൂപ്പുകാർക്ക് കൂടുതലായിട്ട് ഒരു ഫേവർ ചെയ്ത് സംസാരിച്ചിരുന്ന രീതിയിൽ നമ്മുടെ നെസ്റ്റിനെ നിങ്ങൾ ആക്രമിക്കുക, നെസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ രതീഷ് ജിൻഡോയെ പറഞ്ഞു എന്ന രീതിയിൽ അപ്സരയും എന്താ പറയുക രതീഷിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് പറഞ്ഞു, സാർ ഞാനിവിടെ അങ്ങനെ ഒരു ഫേവറിസം കാണിച്ചിട്ടില്ല, ഞാൻ ആർക്കും ഒരു സപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് ബിഗ് ബോസിന് അറിയാം എന്ന രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ജിൻഡോ ഉണ്ട്, സാർ ഇതാ കണ്ട അവിടെ ടീമിനെ തിരഞ്ഞെടുത്തതും കൂടി എനിക്ക് അവർക്കൊക്കെ അത് അർജുൻ, സിജോ, ഗബ്രിയൊക്കെ ഒരു ടീമുണ്ട്, ഞാൻ അത് 3 പെണ്ണുങ്ങളെ വെച്ചിട്ടാണെന്ന്. അപ്പോൾ എന്താണ്, എനിക്കതിനോട് യോജിപ്പില്ല. എന്താണ് അവരോടൊപ്പം ചേർന്ന് ടീമായിട്ട് നിന്ന് ഗെയിം കളിച്ചാൽ അവരെല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ജിൻഡോയ്ക്ക് ഒരു ഈഗോ ഉള്ളതുപോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ആ ടണൽ ഗ്രൂപ്പിനകത്ത് ബോൾ എടുത്ത് തരണല്ലോ, അപ്പോൾ ആ ഒരു വിഷയം ഞാൻ വിഷ്വൽ കാണിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ വിഷ്വൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അർജുൻ പറയുന്നില്ല, ശ്രീതുവാണ് അങ്ങോട്ട് എടുത്ത് എറിഞ്ഞത് രീതിയിൽ ഒരു ബോൾ വന്ന് വീണല്ലോ, അപ്പോഴത്തേക്ക് ആരാണ് ഇവിടെ നല്ലൊരു സോൾജിയർ എന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും പല ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, ആരും നമ്മുടെ നോറയെ പറഞ്ഞിട്ടില്ലായിരുന്നോ. അങ്ങനെ നമ്മുടെ രതീഷിനെ സ്റ്റോർ റൂമിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സോൾജിയർ എന്നിട്ട് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, നോറയാണ് കേട്ടോ. നോറയോട് ചോദിച്ച സമയത്ത് നോറ പറഞ്ഞറിയുമോ, സാർ ഇത് എൻ്റെ ടീമിൻ്റെ വിജയമാണ്, നമ്മൾ ടീമിനകത്തൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ആര് പറയണം, ആര് പ്രതിരോധിക്കണം എന്നുള്ള രീതി, ആര് എറിയണം എന്നുള്ള രീതിയിലൊക്കെ പറയാനാണ് എനിക്ക് തന്നിരിക്കുന്നത്, അത് ഞാൻ നല്ലോണം പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ നോറ മറ്റുള്ള ടീം അംഗങ്ങൾക്കും കൂടിയിട്ടാണ് ആ ഒരു ട്രോഫി എന്താ പറയേണ്ട അവരിതിൻ്റെ ഭാഗമാണ്, അവർക്കാണ് ഞാൻ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ടീമിൻ്റെ വിജയമാണ് സാർ എന്ന രീതിയിൽ തന്നെ നോറ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ടാസ്കിൻ്റെ കഥയാണ് കേട്ടോ, അതായത് ഓർമ്മ വെച്ചുള്ള ഒരു ഗെയിമാണ്. അതായത് ഒരു ചെവിയിൽ ഒരു കാര്യം കേട്ടിട്ട് അത് 10 ചെവിയിലെത്തും, അതെങ്ങനെ ആ കഥ മാറുന്നു, അല്ല വിഷയം എങ്ങനെ മാറുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു കഥ പോലത്തെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റിയിൽ അപ്സര പോകുന്നു, അപ്സരയ്ക്ക് ബിഗ് ബോസ് കഥ പറഞ്ഞു കൊടുക്കുന്നു. വേറൊന്നുമില്ല, ആലത്തൂരിൽ യശോദ എന്നൊരു സ്ത്രീ പടിഞ്ഞാറുള്ള പുഴയ്ക്കകത്ത് തുണി നനയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചുവപ്പ് കളറുള്ള ധാവണിയിൽ കറുത്ത കറ മാറ്റാനായിട്ട് മഞ്ഞ കളറുള്ള പരിമളം സോപ്പ് ഉപയോഗിച്ച് അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഴുതാര മീശയുള്ള വെൽബോട്ടൺ പാൻ്റൊക്കെ ഇട്ട പൂമ്പാറ്റ ബസ്സിലെ കണ്ടക്ടറായ സുഗുണൻ വന്ന് ചോദിക്കുന്നുണ്ട്, പോരുന്നു എൻ്റെ കൂടെ. അപ്പോഴത്തേക്ക് യശോദ അലക്കിക്കൊണ്ടിരുന്നല്ലോ. അപ്പോൾ ആ കൈ നീട്ടിയിട്ട് പറയുന്നു, അവസാനം ഞാൻ എൻ്റെ പുരുഷനെ കണ്ടെത്തിയെന്ന രീതിയിൽ ദർബാരാഗം പാടി അവരൊരു കുന്നിൻ്റെ ചെരുവിൽ പോയി ജീവിച്ചു, അരി വിറ്റ് സന്തോഷമായിട്ട് ജീവിച്ചു, 12 മക്കളും 24 കൊച്ചുമക്കളുമായിട്ട് ജീവിക്കുകയാണെന്ന രീതിയിൽ സംസാരിച്ച കഥയെ സായി വന്നിട്ട് നമ്മുടെ ശരണ്യോട് പറയുന്നുണ്ട്. യശോദയും സുഗുണനും നല്ല സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം യശോദ ഛർദ്ദിച്ചു. അപ്പോഴവർ തമ്മിലുള്ള ബന്ധം എന്ന രീതിയിലാണ് സായി ശരണ്യോട് പറയുന്നത്. ശരണി എന്താ പറയുന്നത്, അതായത് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു സുഗുണനോട് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ് എന്ന രീതിയിൽ എന്തൊക്കെ പൊട്ടത്തര രീതിയിൽ സംസാരിച്ചു. സീരിയലിൻ്റെ കഥ വന്നെന്ന് തോന്നി കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ അത് അപ്സരയെ കൊണ്ട് പറയിപ്പിക്കുകയും ബിഗ് ബോസ് യഥാർത്ഥമായ കഥ പറയുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം എവിക്ഷൻ നോമിനേഷനിലുള്ള 9 പേരുണ്ട്, അവരെ എഴുപ്പിച്ച് നിർത്തുന്നുണ്ട്. 5 പേരെ ഇരുത്തിയിട്ട് 4 പേരെ ഋഷി, ഗബ്രി, ജാസ്മിൻ, അൻസിബയെ നിർത്തുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവർ പറയും അവരോട് ഇരിക്കുന്നവരോട് നാളെ നിങ്ങളെക്കുറിച്ച് പറയാം. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്കിവിടെ പ്രിയപ്പെട്ട സ്ഥലം ഏതോന്ന് അവിടെ പോയി നിങ്ങൾക്ക് സംസാരിക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഗബ്രിയും നമ്മുടെ ജാസ്മിൻ അസൂഷ്യൽ അവരുടെ വാഴത്തോപ്പത്തിൽ തന്നെ പോയി. അതുപോലെ തന്നെ പിന്നെ എന്താണ് കട്ടിലമ്മ പോലെ നമ്മുടെ എൻസിബ ഋഷി എടുത്ത് കട്ടിലിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നു. ഋഷിക്ക് ഒത്തിരി വിഷമം തോന്നി കേട്ടോ. ഋഷി ഭയങ്കര ഫീലിംഗ് ചെയ്ത് സംസാരിച്ചു. പക്ഷേ ജാസ്മിൻ അത്ര ആ സമയത്തൊക്കെ ഒരു കൂളായിട്ടാണ് എടുത്തത്. ജാസ്മിൻ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. എന്തായാലും
എന്താ അവർ ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നു. അൻസിബെ ഋഷി വന്നിട്ട് ഒരു കാർഡ് എടുത്ത് സ്ക്രാച്ച് ചെയ്യുന്നു. അതിനകത്ത് അൻസിബെ ഋഷി സേവ്ഡ് ആണ്. അപ്പോഴത്തേക്ക് ഗബ്രി എന്ന് മറ്റുള്ള അംഗങ്ങളോട് പറയുന്നു ഇവരാണ് സേവ് ആയിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ബാക്കിയുള്ള എല്ലാവരും ഹൗസിലെ മെമ്പേഴ്സ് ലിവിംഗ് റൂമിൽ വരാനായിട്ട് ഇവരെ ഗാർഡൻ ഏരിയയിൽ നിർത്തിയിട്ട് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാനായിട്ട്. എനിക്ക് തോന്നി ഇനി ഈ റൂമിൽ നിന്ന്, അതായത് ഹൗസിൽ നിന്ന് തന്നെ ഗബ്രി പോകുമ്പോൾ കരച്ചിലും പിഴിച്ചിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നേരെ ആക്ടിവിറ്റി ഏരിയയിൽ മറ്റുള്ള ആരുമായിട്ടൊരു വേണ്ട എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് അവിടെ പോയപ്പോഴും ജാസ്മിൻ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. എന്താ ഇത്, അയ്യോ വേണ്ട ബിഗ് ബോസ് എന്നൊക്കെ രീതിയിൽ കേട്ടോ. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സുന്ദരമായ നിമിഷമൊക്കെ എന്താ പറയേണ്ടത് പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നു. വളരെ മനോഹരമായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും സത്യം പറഞ്ഞാൽ അതങ്ങനെ കാണിച്ച സമയത്ത് അങ്ങനെ ഓരോ പ്രീഷ്യസ് ടൈമും അവർ സംസാരിച്ചതും പിണങ്ങിയും ഒക്കെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കട്ടൻ പോലെ ഉണ്ടായിരുന്നു. അത് രണ്ടുപേരും ഒരുമിച്ച് വലിച്ച് നീക്കാൻ പറയുന്നുണ്ട്. ചരട് ഇങ്ങനെ വലിച്ച് നീക്കിയപ്പോഴത്തേക്ക് ഇതാ കാണിക്കുന്നുണ്ട് എവിക്റ്റഡ് എന്നുള്ളത് രീതിയിൽ കേട്ടോ. അപ്പോഴത്തേക്ക് അത് നമ്മുടെ ജാസ്മിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഈ വോട്ട് സ്പ്ലിറ്റ് ആയതായിരിക്കാം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. എന്തായാലും ഗബ്രിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഗബ്രി നല്ലോണം അത് ഹാൻഡിൽ ചെയ്തു. ഒരു പോസിറ്റീവിൽ തന്നെ ഗബ്രി എടുക്കുന്നു. ജാസ്മിനോട് പറഞ്ഞിട്ടാണ് ജാസ്മിനെ ലിവിംഗ് റൂമിലേക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ വളരെ വിഷമിച്ച് വന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജാസ്മിന് മറ്റുള്ള അംഗങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നത്, ആര് വരുന്നുണ്ട്, ഇവർ ആരാണ് പോകുന്ന രീതിയിൽ. അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ നമ്മുടെ ഗബ്രിയെ കണ്ണ് കെട്ടിച്ചിട്ട് ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. വളരെ കൂളായിട്ട് തന്നെ എനിക്ക് ഇതിൽ പറയാൻ പറ്റും കേട്ടോ. മനുഷ്യത്വപരമായി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഹേറ്റേഴ്സ് കുറഞ്ഞ് കിട്ടും. ഇപ്പോഴും 50 ദിവസമായപ്പോഴത്തേക്ക് രണ്ടുപേരും പോയ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷേ ഒരു ഗെയിമർ എന്ന രീതിയിൽ നല്ലൊരു ഗെയിമർ തന്നെയാണ് ഗബ്രി. വോട്ട് സ്പ്ലിറ്റ് ആയതായിരിക്കാം ഇങ്ങനെ ഔട്ട് ആവാൻ കാരണം, അറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ ഗബ്രി എന്താ പറയുക ലാലേട്ടനോട് സംസാരിച്ചതാകട്ടെ ഹൗസിലുള്ള മറ്റംഗങ്ങളോട് സംസാരിച്ചതാകട്ടെ വളരെ പോസിറ്റീവായിട്ട് കൂളായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് എൻ്റർ ആയ കാര്യങ്ങളൊക്കെ വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഹൗസിനകത്തുള്ള എല്ലാവരോടും നിങ്ങൾ എനിക്ക് ചായ തോള് തന്നു, വെച്ച് തരുന്നപ്പോൾ ഭക്ഷണം തന്നു, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, നല്ല രീതിയിൽ എനിക്ക് ആരോടില്ല, ഞാൻ അവിടെ വിട്ടിരിക്കുകയാണ്. ആ ഗെയിം എന്ന് വെച്ചാൽ അത് അവിടെ കഴിഞ്ഞു, ഞാൻ നിങ്ങൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്, പുറത്ത് വന്നതിന് ശേഷം നമുക്ക് കാണാം എന്ന രീതിയിൽ തന്നെയാണ് ഗബ്രി സംസാരിക്കുന്നത്. കൂളായിട്ടായിരുന്നു. എനിക്കത് പറയാതിരിക്കാനും പറ്റില്ല. ഒരു കരച്ചിലും അങ്ങനെയൊന്നുമില്ല, വളരെ കാമായിരുന്നു. അപ്പോൾ ആ ഒരു ഇവൻ്റെ സ്പീച്ച് കേട്ടിട്ട് സുജോ തന്നെ തംസപ്പ് കാണിക്കുന്നുണ്ട്. എന്താ പറയണ്ടേ, നല്ല രീതിയിൽ ഗെയിം കളിച്ചു എന്നേ ഞാൻ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ജാസ്മിനോട് പറയുന്നു അവൻ എന്താ എൻ്റെ പേരൊന്നും പറയാത്തതെന്ന രീതിയിൽ ജാസ്മിന് വിഷമം വരുന്നുണ്ട്. ഗബ്രിക്കും ഉള്ളിൽ വിഷമം കാണും, എല്ലാവർക്കും വിഷമം കാണുമല്ലോ. പക്ഷേ അത് നല്ലോണം ഹാൻഡിൽ ചെയ്തു, നല്ല പോസിറ്റീവായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അത് എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷനായിട്ട് തോന്നി കേട്ടോ. ലാലേട്ടൻ ഗബ്രിയെ ഹൗസിൽ നിന്ന് പുറത്ത് പോകാനായിട്ടുള്ളൊരു അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ആഴ്ച 55ാമത്തെ ദിവസം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നത് ഗബ്രിയാണ്. ലാലേട്ടൻ ഹൗസിലുള്ള എല്ലാ അംഗങ്ങൾക്കും നാളെ കാണാം എന്ന രീതിയിൽ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. നാളെ ഇന്നത്തെ ബാക്കിയുള്ളവരുടെ കാര്യം ആരെങ്കിലും എവിക്ഷൻ ആവോ അത് കാണിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ ലാലേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഹൗസിലുള്ള അംഗങ്ങൾ സിജോയും അവരൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ജാസ്മിൻ കരയുന്നുണ്ട്. പിന്നെ ആശ്വസിപ്പിക്കാൻ റസ്മിനും അതുപോലെ ശരണി ശ്രീതു ഒക്കെ വന്ന് പറയുന്നുണ്ട് എനിക്ക് രാവിലെ ഉറങ്ങി കഴിക്കുമ്പോൾ അവൻ എനിക്കിവിടെ ചായാനൊരു തോളാണ്, അവൻ നല്ലൊരു ഗെയിമറല്ലേ, അവൻ നല്ല കളിക്കുന്നതല്ലേ എന്താണെന്ന രീതിയിൽ ജാസ്മിൻ കരയുന്നുണ്ട്. ജാസ്മിൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വിഷമം കാണും. എന്തായാലും നല്ലൊരു സുഹൃത്തുക്കളായിട്ട് അവർ ഒരുമിച്ചുണ്ടായിരുന്നതാണല്ലോ. അപ്പം ഇനി മുതൽ എന്താണ് ജാസ്മിൻ്റെ ഗെയിമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ്. അവസാനം സിജോയും രതീഷും പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ഗെയിം കളിക്കാൻ വന്നെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കണം. ഒരു കൂട്ടുപിടിച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഔട്ടായി പോകും, മറ്റുള്ളവർക്ക് വിഷമം തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ഹൗസിൽ നടന്നത് കേട്ടോ. നാളത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരിക്കും. ഇത്രയും സമയം വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളത്തെ റിവ്യൂ വരും. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു ബിജി രമേശ്. ബൈ.